ഉത്തരം പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മൾ വിശ്വസിക്കുകയും അനുഷ്ഠിക്കുകയും ആചരിക്കുകയും ചെയ്യുന്നത് ശരിയായി മനസ്സിലാക്കുകയും ശരിയായ ബോധത്തോടെ അനുഷ്ഠിക്കുകയും ചെയ്യുമ്പോൾ നമ്മളുടെ വിശ്വാസ ജീവിതത്തിൽ മുന്നേറാനായിട്ട് സാധിക്കും. പലപ്പോഴും നമ്മൾ ആചരിക്കുന്നത് എന്തിന് എന്ന് വ്യക്തതയില്ലാതെ ഒരു അനുഷ്ഠാനമായി അത് തരം താഴുമ്പോൾ ആത്മീയ ജീവിതത്തെക്കുറിച്ച് അത് കാണുന്നവർക്ക് തന്നെ ആശങ്ക ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഉത്തരം പരിപാടിയിൽ ധാരാളം ചോദ്യങ്ങൾ നമ്മളുടെ അനുഷ്ഠാനങ്ങളും നമ്മൾ വിശ്വാസങ്ങളും സംബന്ധിച്ച് ചോദിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകാനുള്ള പ്രേക്ഷകരുടെ താല്പര്യമാണ് നമുക്ക് മനസ്സിലാകുന്നത്. വളരെയധികം സന്തോഷമുണ്ട് അത് കാണുമ്പോൾ. ഉത്തരം പരിപാടിയിൽ ഇന്ന് നമ്മോടുകൂടി നമ്മളുടെ ഈ വിധത്തിലുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകുവാൻ എത്തിയിരിക്കുന്നത് രാമനാഥപുരം രൂപതയുടെ അധ്യക്ഷൻ മാർ പോൾ ആലപ്പാട്ട് പിതാവാണ്. പിതാവേ, അങ്ങേക്ക് സ്വാഗതം. ഇന്നത്തെ ആദ്യത്തെ ഒരു ചോദ്യം ചങ്ങനാശ്ശേരിയിൽ നിന്ന് VD ജോസ് ചോദിക്കുന്ന ചോദ്യമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം വെച്ച് അദ്ദേഹം പറയുന്നത് പെസഹ ആചരണത്തെ സംബന്ധിച്ചിട്ടാണ്. പണ്ടൊക്കെ പെസഹ ആചരിച്ചുകൊണ്ട് വരുമ്പം ഏതെങ്കിലും കുടുംബത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടവർ സ്വന്തക്കാർ മരിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ ആ വർഷം അതിനോട് അടുത്ത് വരുന്ന പെസഹായ്ക്ക് അന്ന് അവിടെ അപ്പം ഉണ്ടാക്കിയാൽ പെസഹ ആ വീട്ടിൽ ചെയ്യാറില്ല. പക്ഷെ അദ്ദേഹം പിന്നീട് ശ്രദ്ധിച്ചൊരു കാര്യം, പിന്നീട് ഒരു പ്രസംഗത്തിൽ ഒരു വൈദികൻ പ്രസംഗിക്കുന്ന കേട്ടു, അത് ഈശോയുടെ വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിൻ്റെ ആചാരമായതുകൊണ്ട് നമ്മൾ അങ്ങനെ പെസഹ ആചരിക്കേണ്ടതാണ് ഏത് സന്ദർഭത്തിലും. പിന്നീട് അദ്ദേഹം ബൈബിൾ ചോദിച്ചപ്പോൾ വായിച്ചപ്പോൾ അത് ശരിയാണെന്ന് തോന്നുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മളുടെ ഈ ഒരു പാരമ്പര്യം എന്തുകൊണ്ടാണ് നമ്മൾ തുടരുന്നത്? അങ്ങനെ തുടരുന്നതാണോ നല്ലത്? അത് മാറ്റേണ്ടതല്ലേ എന്നാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു ചോദ്യം. പഴയ നിയമത്തിലെ ഈ പെസഹ ആചരണവും പുതിയ നിയമത്തിലെ ദിവ്യബലി അർപ്പണവും ഒരുപോലെ ഗൗരവമുള്ളതും ഒഴിച്ചുകൂടാൻ പറ്റാത്തതുമായിട്ടുള്ള രണ്ട് അനുഷ്ഠാനങ്ങളാണ്. അത് വചനത്തിന് വളരെ വ്യക്തമാണ്. സംഖ്യയുടെ പുസ്തകത്തിലെ 9-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങളിൽ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈജിപ്തിൽ നിന്ന് പോകുന്ന മരുഭൂമിയിലായിരിക്കുമ്പോൾ ദൈവജനത്തിന്റെ 2ാമത്തെ പെസഹ തിരുനാൾ. ആ ഒരു പശ്ചാത്തലത്തിലാണ് മോശയോട് ജനം ചോദിച്ചതിന്റെ പേരിൽ മോശ അവർക്ക് കൊടുക്കുന്ന മറുപടി ദൈവത്തിന്റെ അരുളപ്പാടനുസരിച്ച്. ജനം മോശയോട് ചോദിച്ചു, ഞങ്ങൾ മൃതശരീരം സ്പർശിച്ച് അശുദ്ധരായി, എന്നാൽ നിശ്ചിത സമയത്ത് ഇസ്രായേലിലെ മറ്റ് ആളുകളോട് ചേർന്ന് കർത്താവിന് കാഴ്ച അർപ്പിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ തടയേണ്ടതുണ്ടോ? ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് പോകുന്ന ഒരു പ്രസ്താവനയാണ് നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, നിങ്ങളോ നിങ്ങളുടെ മക്കളിൽ ആരെങ്കിലുമോ ശവശരീരം സ്പർശിച്ച് അശുദ്ധരാകുകയോ ദൂരയാത്രയിലായിരിക്കുകയോ ചെയ്താലും അവർ കർത്താവിന് പെസഹ ആചരിക്കണം. ഒരു തരത്തിലുള്ള എക്സെപ്ഷനും ഇല്ല അവിടെ. എന്നിട്ട് പറയാണ് 2-ാം മാസം 14-ാം ദിവസം വൈകുന്നേരം അവർ അത് ആചരിക്കണം. പുളിപ്പില്ലാത്ത അപ്പവും കയ്പുള്ള ഇലയും കൂട്ടി പെസഹ ഭക്ഷിക്കണം. അപ്പൊ ആ ഒരു ആചരണം എന്ന് പറയുന്നത് അവരുടെ രക്ഷാകര ചരിത്രത്തിന്റെ ഭാഗമാണത്. അതായത് ഈജിപ്തിൽ നിന്നുള്ള ചരിത്രപരമായ വിടുതലിലൂടെ യഹോവയുടെ ജനമായി ഇസ്രായേൽ ജനത തീർന്നതിന്റെ ഓർമ്മ വർഷത്തിലൊരിക്കൽ പുതുക്കുന്നതാണ്. അതുകൊണ്ട് അതിൽ നിന്ന് ഒരു തരത്തിലും ഒഴിവ് ദൈവം നിർദ്ദേശിച്ചതായിട്ട് ബൈബിളിൽ നമ്മൾ കാണുന്നില്ല. പിന്നെ പറഞ്ഞത് ഒരുപാട് അകലെ നിന്ന് ഇവരൊക്കെ ജെറുസലേമിൽ നിന്ന് ഒരുപാട് അകലെയൊക്കെ ആയിരിക്കുമ്പോൾ അവർക്ക് ഒരുപക്ഷെ പറഞ്ഞ ദിവസം പറ്റിയില്ലെങ്കിലും തീർച്ചയായിട്ടും അത് നടത്തണം എന്നുള്ളതാണ് അവരെപ്പോഴും നിഷ്കർഷിച്ചിട്ടുള്ള കാര്യം. അപ്പോൾ ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിൽ നിന്നുള്ളവരാണെങ്കിലും ഈ ആചരണത്തിൽ നിന്ന് ഒരിക്കലും അകന്ന് വരാൻ പാടില്ല എന്നുള്ള കാര്യം മാത്രം. ഒരുപക്ഷെ ജെറുസലേമിലേക്ക് വരാനുള്ള ദൂരം കൂടുതലിന്റെ പേരിൽ അന്ന് പറ്റിയില്ലെങ്കിലും അടുത്ത ദിവസം അത് നടത്തണമെന്നാണ് പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു രീതിയിലാണ് നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവിന്റെ പീഡാനുഭവം കുരിശുമരണവും ഉത്ഥാനവും ആ ഒരു പെസഹ ആചരണം അത് പഴയ നിയമത്തിന്റെ തുടർച്ചയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ കർത്താവ് നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു. അതിനു മുമ്പായിട്ട് അന്ത്യത്താഴ സമയത്ത് കാലുകൾ കഴുകി, അതുപോലെ തന്നെ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. അപ്പോൾ പഴയ നിയമത്തിലെ ചരിത്രപരമായ പെസഹ പുതിയ നിയമത്തിലെ ചരിത്രമായി തീരുന്ന പെസഹ, ദ ഓൺലി സാക്രിഫൈസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ ഒരുമിച്ച് പോകുമ്പോൾ ഇത് മൃതം ശരീരം തൊട്ടതിന്റെ പേരിലോ മറ്റേതെങ്കിലും ബുദ്ധിമുട്ടുകളുടെ പേരിലോ
മാറ്റിവെക്കാനുള്ള ഒരു സാമൂഹ്യമായിട്ടുള്ള ആഘോഷമല്ലത്. സാമൂഹ്യമായ ആഘോഷമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അമ്പെടുക്കൽ നമ്മൾ മാറ്റിവെച്ചു, അമ്പ് തിരുന്നാള്, അതുപോലെ മാറ്റിവെച്ചാലും കുഴപ്പമുള്ള കാര്യമില്ല. ദുഃഖത്തിന്റെ ഭാഗമായിട്ട് ആഘോഷത്തിന്റെ പരിപാടി മാറ്റിവെച്ചു. അപ്പൊ സാമൂഹ്യപരമായിട്ടുള്ള അല്ലെങ്കിൽ ഓണാഘോഷം മാറ്റിവെച്ചു, അതൊക്കെ മാറ്റിവെക്കാം. പക്ഷെ ഇതല്ല, ഇത് നമ്മുടെ മെമ്മ തൊടുന്നൊരു കാര്യമാണ്, മർമ്മത്തിൽ കുത്തുന്നൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇത് വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുക, വിശുദ്ധ കുർബാന അർപ്പിക്കുക, വിശുദ്ധ കുർബാന സ്ഥാപന ദിവസം പള്ളിയിൽ വന്ന് പെസഹ ആചരണത്തിൽ പങ്കുചേരുക, ഇതൊന്നും നമ്മൾ മറ്റു തരത്തിലുള്ള തടസ്സങ്ങളെ പേര് മാറ്റിവെക്കാൻ പറ്റിയ ഒന്നല്ല. ഇത് എല്ലാ കാലങ്ങളിലും ഏത് സുഖത്തിലായാലും സന്തോഷത്തിലായാലും ദുഃഖത്തിലായാലും നൊമ്പരങ്ങളിലാണെങ്കിലും ഒരുപോലെ മാറ്റിവെക്കാതെ സമുചിതമായിട്ട് കൊണ്ടാടേണ്ട ചരിത്രപരമായ ഒരു രക്ഷാകര സംഭവത്തിന്റെ ഓർമ്മയാണ് പെസഹാചരണം. പിന്നെ എന്തുകൊണ്ടാണ് പിന്നെ നമ്മൾ അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ആചരിക്കേണ്ടതായിരുന്നെങ്കിൽ നമ്മളുടെ പാരമ്പര്യത്തിൽ, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയുടെ പാരമ്പര്യത്തിൽ കാണുന്നത്, ഈ പ്രിയപ്പെട്ടവർ മരിച്ചു കഴിയുമ്പോൾ ആ വർഷം പെസഹ ആ വീട്ടിൽ ആചരിക്കില്ല, മറ്റു വീട്ടിൽ ഉണ്ടാക്കുന്ന പെസഹ അപ്പം കൊണ്ടുവന്ന് ഇവിടെ പെസഹ അപ്പം ഉണ്ടാക്കില്ല. പെസഹ ആചരിക്കാതിരിക്കുന്നില്ല, പെസഹ അപ്പം ഇവിടെ ഈ വീട്ടിൽ ഉണ്ടാക്കിയില്ല, അത് അടുത്ത വീട്ടിൽ അയൽവക്കത്തെ വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കി ആ അപ്പമാണ് കൊണ്ടുവന്ന് ആചരിക്കുന്നത്. അത് സഭാപരമായിട്ടുള്ള പാരമ്പര്യത്തിന്റെയോ അല്ലെങ്കിൽ സഭാ നിയമത്തിന്റെ പേരിലുള്ള കാര്യങ്ങളൊന്നുമല്ല. അതങ്ങനെ മറ്റു ആചാരങ്ങളെ പോലെ തന്നെ ഇപ്പൊ സാധാരണ രീതിയിൽ ഇതിന് മാത്രമൊന്നുമല്ല. ഈ നമ്മുടെ കുടിവെച്ച പുണ്യവാന്റെ പെരുന്നാള് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആഘോഷങ്ങൾ വരുമ്പോൾ വീട്ടിൽ പലഹാരം ഉണ്ടാക്കാറൊന്നുമില്ലേ? അപ്പൊ അത് അയൽപ്പക്കത്തുള്ളവരും ബന്ധുക്കളും അവർക്ക് ഇതിന്റെ ഒരു കൊല്ലത്തെ ദുഃഖാചരണമാണ് എന്ന് പറഞ്ഞിട്ട് അവർ കൊണ്ടുകൊടുക്കുന്നു. അങ്ങനെ സിസ്റ്റം അതുപോലെ സിസ്റ്റം ആയതാണ്. അല്ലാണ്ട് പക്ഷെ ഇത് അങ്ങനെ ഇതിനൊരു ദൈവികമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള ഒരു അർത്ഥമുണ്ട് അതിന്. അപ്പൊ അങ്ങനെ നമ്മൾ അങ്ങനെ ആചരിച്ചോളണം. അതായത് നമുക്ക് പെസഹ അപ്പം ഉണ്ടാക്കാതെ ദുഃഖം ആചരിക്കേണ്ട ഒരു കാര്യമില്ല. ഇക്കാര്യത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. പള്ളിയിൽ പോകാതിരിക്കേണ്ട കാര്യമില്ല, അവിടുത്തെ ചടങ്ങുകളിൽ പങ്കെടുക്കാതിരിക്കേണ്ട കാര്യമില്ല. വീട്ടിലെ അപ്പന്റെ നേതൃത്വത്തില് അപ്പം ഉണ്ടാക്കിയിട്ട് അപ്പം പ്രാർത്ഥിച്ച് മുറിച്ച് പാലിൽ മുക്കി കൊടുക്കുന്ന സിസ്റ്റം അത് ദുഃഖാചരണത്തിന്റെ ഭാഗമല്ല. അത് നമ്മൾ യേശുവായിട്ടുള്ള ആത്മീയ ബന്ധത്തിന്റെ പേരിൽ നടത്തുന്ന ഒരു ഓർമ്മാചരണമാണ്. അതിനൊരു അപാകതയില്ല. ഏതോ വിധത്തിൽ എങ്ങനെയോ നമ്മുടെ ഒരു സമൂഹത്തിലേക്ക് കടന്നു വിശുദ്ധാത്മാക്കളുടെയും മറ്റു ആഘോഷങ്ങളുടെയും ഒക്കെ ഭാഗമായിട്ട് നമ്മൾ സാധനങ്ങൾ കൊണ്ടു കൊടുക്കുന്ന പോലെ ഇതുമായി തീർന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് അങ്ങനെ മാറ്റിയെടുക്കേണ്ടതല്ല, മാറ്റിവെക്കേണ്ടതല്ല. ഇത് അത്രയും ഗൗരവമായതുകൊണ്ട് ഏത് സന്ദർഭത്തിലാണെങ്കിലും വീട്ടിൽ അപ്പം ഉണ്ടാക്കേണ്ടതും മുറിക്കേണ്ടതും അത് പങ്കുവെക്കപ്പെടേണ്ടതുമാണ്. അത് ആഘോഷമായിട്ടോ അല്ലെങ്കിൽ ഒരു സാമൂഹിക ചടങ്ങായിട്ട് കാണരുത്. അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു തിരുക്കർമ്മം, ആ രീതിയിൽ കാണുന്നു. അദ്ദേഹത്തിന്റെ രണ്ടാമതൊരു സംശയം കൂടി ഉണ്ട്. അദ്ദേഹം ചോദിക്കുന്നത് നമ്മളുടെ മറ്റൊരു ആചാരം കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്നതിനെ സംബന്ധിച്ചാണ്. അദ്ദേഹം പറയുന്നത് കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കണമെന്നൊരു ആചാരത്തെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അതിനെ സംബന്ധിച്ചൊരു റെഫറൻസ് എസെക്കിയേലിന്റെ പുസ്തകത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ തിരുവചനത്തിൽ അദ്ദേഹം വീക്ഷിക്കുന്നത് നോക്കുമ്പോൾ അവർ ദേവാലയത്തിന് എതിരെ പുറംതിരിഞ്ഞ് സൂര്യനെ നോക്കി നമസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, അതിനെ ദൈവം അവരെ ശിക്ഷിച്ചു എന്നാണ് കാണുന്നത്. പക്ഷെ പിന്നീട് നമ്മളുടെ ഒരു ആരാധനാ രീതി വന്നപ്പോൾ നമ്മളൊക്കെ കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്നതായ ഒരു രീതിയാണ്. ജെറുസലേം ദേവാലയം എല്ലാം പടിഞ്ഞാറോട്ടായിരിക്കുമ്പോൾ നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അതിന് നമ്മൾ പറയുന്നത് നമ്മൾ ഏദേൻ തോട്ടം കിഴക്കാണ് എന്നുള്ള ഒരു സങ്കല്പം. ഈശോ വാനമേഘങ്ങളിൽ വരുന്നത് കിഴക്ക് നിന്നാണെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ അതുകൊണ്ട് വന്നു. അപ്പൊ സൂര്യ നമസ്കാരം ചെയ്തവർ കിഴക്കോട്ട് തിരിഞ്ഞ് ചെയ്തപ്പോൾ ദൈവം അവരെ ശപിച്ചെങ്കിൽ നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് കുർബാന അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ രീതികൾ അവലംബിക്കുന്നത് ശരിയാണോ, ഏതാണ് വേണ്ടത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തില് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കിഴക്കോട്ട് തിരിഞ്ഞതിനെ എല്ലാ ദൈവം ശാസിച്ചത്. സൂര്യദേവനെ ആരാധിച്ചതാണ് ദൈവത്തിന്റെ ശാസ്ത്രീയ കാരണമായത്. അപ്പൊ എസെക്കിയേലിൽ പറഞ്ഞിരിക്കുന്നതാണ്, അതായത് സൂര്യദേവനെ 25 മനുഷ്യർ കൂടി ആരാധിച്ചത് ഏറ്റവും ഗൗരവമുള്ള വിഗ്രഹാരാധനയായിട്ട് എസെക്കിയേല് അവരോട് പറഞ്ഞു. എസെക്കിയേൽ 8:16 അതിനെ കുറിച്ച് അത് പറയുന്നുണ്ട്. അപ്പൊ അവിടെ ശരിക്കും പറഞ്ഞാല് കിഴക്കോട്ട് തിരിഞ്ഞതിനെ കുറിച്ചല്ല പറഞ്ഞത്. സൂര്യദേവന് 25 പേർ കൂടി ആരാധിച്ചതിനെയാണ് വിഗ്രഹാരാധനയായിട്ട് അവിടെ കാണുന്നത്. അതിപ്പോ ജെറുസലേം ദേവാലയത്തിന്റെ ഭാഗം പടിഞ്ഞാറായിരുന്നു, ഇത് കിഴക്കായത് മാത്രം. അപ്പൊ കിഴക്കിനല്ല അവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത്. പക്ഷേ നമുക്കറിയാം, ഈ ഉൽപ്പത്തി പുസ്തകം മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ, സഭയുടെ പാരമ്പര്യം നോക്കുകയാണെങ്കിൽ ബൈബിൾ റെഫറൻസസ് കിഴക്കിന് പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഉദാഹരണത്തിനാണെങ്കിൽ അവിടുന്ന് കിഴക്ക് ഏതെങ്കിലും ഒരു തോട്ടം നിർമ്മിച്ച് താൻ രൂപം കൊടുത്ത മനുഷ്യനെ അവിടെ താമസിപ്പിച്ചു.
അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എപ്പോഴും ഏദൻ തോട്ടം സ്ഥിതി ചെയ്യുന്ന കിഴക്കിന് സ്വർഗത്തിന്റെ ദിശയായിട്ടാണ് കാണുന്നത്. അത് മാത്രമല്ല, റോമൻ പാരമ്പര്യത്തില് ഈ സൂര്യദേവന്റെ സ്ഥാനത്ത് നീതിസൂര്യനായ ദൈവത്തെ ആരാധിച്ചു. അങ്ങനെയാണല്ലോ ഈ റോമൻ സാമ്രാജ്യം 313 ക്രിസ്ത്യാനിറ്റി സ്വതന്ത്രമായപ്പോ ദേവന്മാരെ ആരാധനയെയും ചടങ്ങുകളെയൊക്കെ ക്രിസ്മസ് ഒക്കെ അങ്ങനെ ക്രിസ്മസ് ചെയ്തതാ. സൂര്യദേവന്റെ തിരുനാള് നീതിസൂര്യന്റെ തിരുനാളായിട്ട് മാറി. മലാക്കിയുടെ പുസ്തകത്തിൽ നീതിസൂര്യനായ ദൈവം എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ക്രിസ്മസ് ശരിക്കും പറഞ്ഞാൽ 800 AD 800 കൂടിയാണ് ശരിക്കും പറഞ്ഞാല് ഇത് ഒരു ഡിസംബർ 25 ക്രിസ്മസ് എന്നുള്ള നിലയ്ക്ക് എത്തിയിട്ടുള്ളൂ. അത് ക്രിസ്ത്യാനിറ്റി സ്വതന്ത്രമായതിനു ശേഷം അവിടെ അവരും പ്രാധാന്യം കൊടുത്തിരുന്ന ഒക്കെ ക്രിസ്തുവിലേക്ക് അവര് പ്രൊജക്ട് ചെയ്തു. അങ്ങനെയാണ്. അപ്പോ ഈ റോമൻ ചരിത്രത്തിൽ നമ്മളത് കാണുന്നുണ്ട്, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, കർത്താവിന്റെ സുവിശേഷത്തിൽ തന്നെ പറയുന്നുണ്ട്, കിഴക്കുന്ന മിന്നൽ പിണറ് പോലെ അവൻ അവസാന വിധിയെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കർത്താവിന്റെ ഇൻഫാൻസി നരേറ്റീവ്, കർത്താവിന്റെ ബാല്യകാലത്തിനെ കുറിച്ചുള്ള വിവരണത്തില് കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തില് കിഴക്കുന്ന നക്ഷത്രം വന്നു, കിഴക്കുന്ന രാജാക്കന്മാര് വന്നു, അപ്പൊ ആ നക്ഷത്രം അവരെ ഇവിടേക്ക് കൊണ്ടുവന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കിഴക്കിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും റെഫറൻസ് കാണുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കിഴക്കുനിന്നാണ് കർത്താവ് വന്നത്, ഇനി വരാൻ പോകുന്നതും കിഴക്കുനിന്നാണ്. അപ്പൊ നമ്മുടെ ക്രിസ്തീയ ജീവിതം അല്ലെങ്കിൽ സഭാ ജീവിതം എന്ന് പറയുന്നത് ഈ കിഴക്കിനെ ഓറിയന്റ് ചെയ്തുകൊണ്ടുള്ള ജീവിതമാണ്. സ്വർഗോന്മുഖമായൊരു ജീവിതം നമ്മൾ പോകേണ്ടത് അതാണ്. അപ്പൊ നമ്മുടെ സിമിത്തേരിക്ക് അപ്പുറത്ത് കിഴക്ക് കർത്താവ് പിതാവായ ദൈവം സ്വർഗത്തിന്റെ ഒരു പ്രതീകമായിട്ടാണ്, അല്ലെങ്കിൽ സ്വർഗത്തിന്റെ ഒരു ഇടമായിട്ടാണ് കാണുന്നത്. ഏദൻ തോട്ടം സ്വർഗത്തിന്റെ പ്രതീകവും ഏദൻ തോട്ടം സ്ഥിതി ചെയ്യുന്ന സ്ഥലം സ്വർഗവും സ്ഥിതി ചെയ്യുന്ന സ്ഥലം ആ രീതിയിൽ കാണുന്നത്. അപ്പൊ നമ്മുടെ ദേവാലയങ്ങളൊക്കെ ആദിമസഭ മുതലും എപ്പോഴും പണി ചെയ്തിരുന്നപ്പോഴും അങ്ങനെ തന്നെയാണ്, കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു ഇതിലാണ്. ഇപ്പോ പ്രായോഗികമായിട്ട് പലപ്പോഴും സ്ഥലം കിട്ടുന്ന സ്ഥലത്തിന്റെ ഷേപ്പ് അനുസരിച്ചാണ് പലരും പള്ളി പണിയുന്നത്. അവിടെ അൾത്താര കിഴക്ക് ഭാഗത്താണോ, നമ്മൾ തിരിഞ്ഞു കിഴക്കോട്ടാണോ, നമ്മൾ പടിഞ്ഞാറ് ഭാഗത്താണ് നോക്കുന്ന പ്രശ്നം ഇപ്പൊ അധികം കാണുന്നില്ല. പക്ഷെ ഐഡിയൽ ബിബ്ലിക്കലായിട്ട് നമുക്ക് ആ ഒരു ചിന്ത ജനത്തിന് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ നല്ലതാണ്. കിഴക്കിന്റെ ഒരു പ്രാധാന്യമുണ്ട് എന്ന് തന്നെയാണ് നമ്മളുടെ ബൈബിളിന്റെയും സഭയുടെയും ചരിത്രം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് മറ്റൊരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. KL ജോസഫ് ബത്തേൽ തൃശ്ശൂരിൽ നിന്ന് വായിക്കുന്ന ഒരു ചോദ്യമാണ്. ഇദ്ദേഹത്തിന്റെ ചോദ്യത്തിന്റെ സഭയില് വിശുദ്ധ കുർബാനയുടെ 2 തരത്തിലുള്ള അപ്പത്തിന്റെയും രൂപത്തിലും രക്തത്തിന്റെ രൂപത്തിലും നൽകേണ്ടതിനെ കുറിച്ചാണ് അദ്ദേഹം ചോദിക്കുന്നത്. മുമ്പൊരു ചോദ്യത്തിൽ പിതാവ് വളരെ വിശദമായിട്ട് ഒരു എപ്പിസോഡിൽ ഇതിനെക്കുറിച്ച് ഉത്തരം പറഞ്ഞതാണ്. വീണ്ടും ഒരു ചോദ്യം വന്നിരിക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് അദ്ദേഹം ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. വിശുദ്ധ കുർബാനയുടെ സമയത്ത് തന്നെ ഓഫ് കോഴ്സ് ദ തിരുസഭ ഈസ് ഇൻവൈറ്റിംഗ് ഓൾ ദ ബിലീവേഴ്സ് ടു കം ഫോർവേഡ് ടു റിസീവ് ദ ബോഡി ആൻഡ് ടു ഡ്രിങ്ക് ദ ബ്ലഡ് ഓഫ് ദ സൺ ഓഫ് ഗോഡ് അറ്റ് ദ ടൈം ഓഫ് റിസീവിംഗ് ദ ഹോളി യൂക്രിസ്റ്റ്. അങ്ങനെ ക്ഷണിക്കുന്നുണ്ടെങ്കിലും പ്രാക്ടീസ് ചെയ്യുമ്പോൾ കൊടുക്കുമ്പോൾ ഓൺലി ദ ബ്രെഡ് ഈസ് ഗിവൺ ടു ദ ബിലീവേഴ്സ് ടു സിഗ്നിഫൈ ദ കൺസെപ്ഷൻ ഓഫ് ദ ബോഡി ഓഫ് ദ ജീസസ് ക്രൈസ്റ്റ്. ബ്ലഡിനെ പ്രതിദാനം ചെയ്യുന്ന തിരുരക്തം കൊടുക്കുന്നുമില്ലല്ലോ, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഒന്ന് ബോഡിയെ പ്രതിദാനം ചെയ്യുമ്പോൾ മറ്റത് ഈശോയുടെ രക്തത്തെയല്ലേ പ്രദാനം ചെയ്യുന്നത്. നിത്യജീവൻ ഈശോ പറയുമ്പോൾ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ നിത്യജീവൻ പ്രാപിക്കുമെന്നല്ലേ ഈശോ പറഞ്ഞത്. ആ നിലയ്ക്ക് ഇത് 2 സാദൃശ്യത്തിലും ബിലീവേഴ്സിന്, വിശ്വാസിക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള സാധ്യത ഒരുക്കേണ്ടതല്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. കുദാശ ഭാഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണല്ലോ ഈ സ്ഥാപന വിവരണം. ഈ സ്ഥാപന വിവരണത്തിന് സമയത്താണ് ഇതെന്റെ ശരീരമാണ്, ഇതെന്റെ രക്തമാണെന്ന് പറഞ്ഞ് 2ആക്കി കർത്താവ് പ്രൊജക്റ്റ് ചെയ്ത് അങ്ങനെ അർപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് കുദാശ ഭാഗം കഴിഞ്ഞ് റുഗാക്ഷണ പ്രാർത്ഥന കഴിയുമ്പോൾ ഇത് ജീവനുള്ള പുത്രന്റെ ശരീരവും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉയർത്തുന്നുണ്ട്. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പം എന്ന് പറഞ്ഞ് ഉയർത്തിയിട്ട് അത് വിഭജിച്ച് തിരുരക്തവും തിരുശരീരവും പരസ്പരം കൂട്ടിച്ചേർത്ത് റൂസ്മ ചെയ്ത് ആ 2ന്റെ ഒന്നിപ്പ് നമ്മൾ പ്രതീകാത്മകമായിട്ട് പ്രാർത്ഥിക്കുകയും ജനത്തിന് മുമ്പിൽ അത് ഉയർത്തി സ്വർഗത്തിൽ ഉയർത്തപ്പെട്ടവൻ, നമുക്ക് വേണ്ടി ഉയർത്തപ്പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി ബലിയായി തീർന്നവൻ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. 2 സാദൃശ്യങ്ങളിലും കർത്താവ് സന്നിഹിതനാണ്. കാരണം ദ ലിവിങ് ബ്രെഡ്, ദ ലിവിങ് ബ്ലഡ്. ലിവിങ് ബ്ലഡ് ആണ് അല്ലെങ്കിൽ ലിവിങ് ബ്രെഡ് ആണെന്ന് പറയുമ്പോൾ അർത്ഥം അതിന് ജീവനുണ്ടെന്നുള്ളതാണ്. അത്
ഒരു ശരീരത്തിൽ നിന്ന് രക്തം മുഴുവൻ വാർന്നൊഴിച്ച് പോകുമ്പോൾ ജീവനില്ലാത്ത ശരീരം പോലെ ആകുന്നതല്ല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സഭ പഠിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് വിശദമായിട്ട് പഠിപ്പിച്ച സുനദോസ്, ട്രെൻഡ് സുനദോസാണ് പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തിന്റെ പശ്ചാത്തലത്തിൽ. അവിടെ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, സാദൃശ്യങ്ങളിൽ ഓരോന്നിലും ക്രിസ്തു ബോഡിയിലും നമുക്കറിയാലോ, അതായത് അപ്പവും വീഞ്ഞും ആക്സിഡന്റൽ, അതിന്റെ രൂപം മാറുന്നില്ലെങ്കിലും അതിന്റെ സബ്സ്റ്റൻസ് മാറുകയാണ്. അതാണ് വിശുദ്ധ കുർബാന സംഭവിക്കുന്നത്. അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും അപ്പത്വവും ആ വീഞ്ഞിന്റെ എസൻസ് മാറ്റിയിട്ട് തൽസ്ഥാനത്ത് യേശുവിന്റെ തിരുശരീരം തിരുരത്വമായിട്ട് മാറുകയാണ്. അപ്പോൾ ബാഹ്യമായിട്ട് മാറ്റം വരുന്നില്ലെങ്കിലും സാരാംശത്തില് അത് തിരുശരീരത്തായിട്ട് മാറുകയാണ്. അതേക്കുറിച്ചാണ് പിതാക്കന്മാർ പറയുന്നത്, സാദൃശ്യങ്ങളിൽ ഓരോന്നിലും ക്രിസ്തു പൂർണ്ണമായും സമഗ്രമായും സന്നിഹിതനാണ്. അവയുടെ ഓരോ ഭാഗത്തിലും പൂർണ്ണമായും സമഗ്രമായും സന്നിഹിതനാണ്. അപ്പോൾ അതിന്റെ ചെറിയ പാർട്ടികളായാലും ചിലർ പറയാറില്ലേ, എനിക്ക് ചില കുട്ടികളിൽ പറയാറുണ്ട്, ഓ അച്ഛൻ എനിക്ക് പകുതി അപ്പം തന്നുള്ളൂ, ചിലർ പറയാറുണ്ട്. അത് മുഴുവൻ തന്നില്ല, ചിലപ്പോൾ ഒരു പാർട്ടികളായിട്ട് ഇരിക്കുന്ന അതുകൊണ്ട് സഭ പ്രത്യേകിച്ച് പറയാണ്, സാദൃശ്യങ്ങളിൽ ഓരോന്നിലും ക്രിസ്തു പൂർണ്ണമാണ്, അതുപോലെ തന്നെ അവയുടെ ഓരോ ഭാഗത്തിലും പൂർണ്ണമായും സമഗ്രമായും സന്നിഹിതനാണ്. അതുകൊണ്ട് അപ്പത്തിന്റെ വിഭജിക്കൽ ക്രിസ്തുവിനെ വിഭജിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് സഭ അവസാനിപ്പിക്കുന്നത്. ഇനി ഇതിന്റെ അടിസ്ഥാനത്തിൽ സഭ വീണ്ടും നമ്മുടെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം എന്ന് പറയുന്ന പുസ്തകത്തിലൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ലത്തീൻ സഭ പ്രത്യേകിച്ചെടുത്ത് പറഞ്ഞിട്ടുണ്ട്, ക്രിസ്തു ഓരോ ദിവികാരന് സാദൃശ്യത്തിന്റെയും കീഴിൽ സന്നിഹിതനായിരിക്കിയാൽ അപ്പത്തിന്റെ മാത്രം സാദൃശ്യത്തിൽ ദിവികാരനെ സ്വീകരിക്കുന്നത് കൊണ്ട് ദിവികാരന് കൃപാവരത്തിന്റെ മുഴുവൻ ഫലവും ഉൾക്കൊള്ളാൻ കഴിയും. അങ്ങനെയാണെങ്കിലും അതിന്റെ പെർഫെക്ഷൻ ഓഫ് ദി ഹോളി കമ്മ്യൂണിയൻ രണ്ട് സാദൃശ്യങ്ങളെ കൊടുക്കുന്നതാണ് കൂടുതൽ ഉചിതം. പക്ഷേ ഒരു സാദൃശ്യത്തിൽ കൊടുത്തതിന്റെ പേരിൽ അത് അപൂർണമാകുന്നില്ല. പ്രത്യേകിച്ച് പൗരസ്ത്യ പാരമ്പര്യം അനുസരിച്ച് രണ്ട് സാദൃശ്യങ്ങൾ കൊടുക്കുന്ന പാരമ്പര്യം തന്നെയാണ് പൗരസ്ത്യദാസത്തുള്ളത്. പക്ഷെ നമ്മുടെ അജപാലനപരമായ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ ജോസഫേട്ടൻ വലിയ ഇടവകയാണത്. 1300, 1400, 1500 വീടുള്ള ഒരു ഇടവകയാണ് ഈ പറഞ്ഞ അരിമ്പൂർ ഇടവക. വളരെ വലിയ ഇടവകയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു പക്ഷേ ഒരു അച്ഛൻ മാത്രമുള്ള, ഇപ്പോൾ അവിടെ 2 അച്ഛന്മാരുണ്ട്, ഒരു അച്ഛൻ മാത്രമുള്ള സമയത്ത് പ്രത്യേകിച്ചും, അല്ലെങ്കിൽ ഒരു അച്ഛൻ സ്റ്റേഷൻ പള്ളിക്ക് പോകുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ സാധിച്ചെന്ന് വരില്ല. ഐഡിയല് രണ്ടും കൂടെ ഒരുമിച്ച് കൊടുക്കുന്നതാണ് ഇരു സാദൃശ്യങ്ങളിലും. പക്ഷെ ഒരു സാദൃശ്യത്തിൽ കൊടുത്തുള്ളൂ എന്നുള്ള പേരിൽ ദിവികാരുണ്യ സ്വീകരണത്തിന്റെ എഫിക്കസി നഷ്ടപ്പെടുന്നില്ല. അതേസമയം തന്നെ വിശുദ്ധ കുർബാനയിൽ വളരെ കൃത്യമായിട്ടും എല്ലാ പാരമ്പര്യത്തിലും ഈ അപ്പത്തെയും വീഞ്ഞിനെയും പരസ്പരം കൂട്ടിക്കലർത്തി റൂഷ്മ ചെയ്യുന്ന രീതികൾ ഉണ്ട്. ആരാധനക്രമത്തിന്റെ സാക്രമെന്റൽ പാർട്ട് അതോടുകൂടിയാണ് പിന്നെ അതിന്റെ ഇത് അവസാനിക്കുന്നത്. റുഹാഷണ പ്രാർത്ഥന കഴിഞ്ഞ് റൂഷ്മ കഴിഞ്ഞ പിന്നെ ചെയ്യുന്നത് രണ്ട് യോജിപ്പിക്കുന്ന ആ ഒരു സംയോജനം എന്ന് പറയുന്നത് അവിഭാജ്യത കാണിക്കുന്നതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഇപ്പം ഒരു സാദൃശ്യത്തിൽ അഥവാ ഈശോയുടെ തിരുശരീരത്തിന്റെ സാദൃശ്യത്തിൽ മാത്രം സ്വീകരിക്കുന്ന വ്യക്തി യഥാർത്ഥത്തിൽ തിരുശരീരവും തിരുരക്തവുമാണ് സ്വീകരിക്കുന്നു. അതിന് യാതൊരു സംശയവുമില്ല. അതിനെയാണ് പിതാക്കന്മാര് പ്രത്യേകിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത്. നല്ലതാണ് രണ്ടും കൂടിയ, അതാണ് ഐഡിയൽ ഫോർ ദ പെർഫെക്ഷൻ ഓഫ് ദി ഹോളി കമ്മ്യൂണിയൻ. പക്ഷേ അജപാലനപരമായ കാരണങ്ങളുടെ പേരിൽ, അജപാലനപരമായ കാരണങ്ങൾ പറഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളതാണ്, അതായത് 1 മിനിറ്റ് കൂടുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാക്കുന്നതും പൗരസ്ത്യരാണ്. എന്നിട്ട് സംഭവിക്കുന്നത് എന്താ, 10 മിനിറ്റ് നേരത്തെ തരുന്നു പറഞ്ഞിട്ട് ലത്തീൻ പള്ളിയിലേക്ക് പോകുക. നമ്മളിതൊക്കെ പറയുകയും 5 മിനിറ്റ് കൂടുതൽ നിൽക്കാൻ, ചിലപ്പോൾ ഒരു പക്ഷേ ജോസഫേണൊക്കെ ക്ഷമാപൂർവ്വം നിൽക്കുന്ന വ്യക്തിയായിരിക്കാം. പക്ഷേ അങ്ങനെ ക്ഷമയില്ലാത്ത ആളുകളും നമ്മുടെ സഭയിലുണ്ട്, ഒരുപാടുണ്ട്. എങ്കിലും രണ്ട് സാദൃശ്യത്തിലും കൊടുക്കുന്നതാണ് എപ്പോഴും പ്രോത്സാഹിപ്പിക്കപ്പെടാവുന്ന. അത് ഈ പിതാക്കന്മാരെ പറഞ്ഞു. നമ്മുടെ കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ച് എന്ന് പറയുന്നതില് നമ്പർ 1390 പറഞ്ഞിട്ടുണ്ട്. 1390 പറഞ്ഞിട്ടുണ്ട്, ഐക്യത്തിന്റെ അടയാളം രണ്ട് സാദൃശ്യങ്ങളിൽ നൽകുമ്പോൾ കൂടുതൽ പൂർണ്ണതയുള്ളതായി തീരുന്നു. കാരണം ആ രൂപത്തിൽ ദിവികാരന് വരുന്നതിന്റെ അടയാളം കൂടുതൽ വ്യക്തമായി കാണപ്പെടുന്നു. സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടെ വ്യക്തമായി കാണപ്പെടുന്നു. ഇതെന്റെ ശരീരമാണ്, ഇതിന്റെ രക്തമാണെന്ന് കർത്താവ് പറഞ്ഞു. ആ ശരീരത്തിൽ നിന്നും ആ രക്തത്തിൽ നിന്നും എനിക്ക് പങ്കുകൊള്ളാൻ സാധിച്ചു. ആ ഒരു പൂർണ്ണതയുണ്ട്. പക്ഷെ അതിന്റെ ഒരിക്കലും മറ്റേ എഫിക്കസി അല്ലെങ്കിൽ അതിന്റെ വാലിഡിറ്റി നഷ്ടപ്പെടുത്തുന്നില്ല. നന്ദി പിതാവേ. മറ്റൊരു ചോദ്യം, അത് എഴുതുന്നത് വീട്ടി ചെറിയാൻ. അദ്ദേഹം എഴുതുന്നതിന്റെ കാര്യം തന്നെ കൊരട്ടിയിൽ നിന്നാണ് അദ്ദേഹം എഴുതുന്നത്. ഈ ചെറിയാൻ എന്നുള്ള പേരാണ് അദ്ദേഹം എഴുതുന്നതിന്റെ നിമിത്തമായിട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് ചെറിയാന്നാണ്. അദ്ദേഹം ചോദിക്കുന്നത്, എന്റെ നാമധേയത്തിലുള്ള ശരിക്കും വിശുദ്ധൻ ആരാണ്? ചെറിയാൻ എന്ന് പറയുന്നത് പലരും ഈ വിശുദ്ധൻ പലരാണ് പറയുന്നത്.
ചില ഏറ്റവും അവസാനം ഞാൻ അദ്ദേഹം കേട്ടത് ചെറിയാൻ എന്ന് പറയുന്ന വിശുദ്ധ കുര്യാക്കോസ് ആണെന്നാണ്. അപ്പോൾ അത് ഇറ്റലിക്കാരനാണ്, അവിടെ രക്തസാക്ഷിത്വം വഹിച്ച ഒരാളാണെന്ന് കേട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ ചെറിയാൻ ഏത് വിശുദ്ധനെ പ്രതിനിധാനം ചെയ്യുന്ന പേരാണെന്നാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിശുദ്ധൻ ആരാണെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. AD 303-304 കാലഘട്ടത്തില് റോമ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന താർസോസ്, അവിടെയാണ് വിശുദ്ധ പൗലോസ് ലീഹ ജനിച്ചത്. അങ്ങനെയാണ് സ്ഥലം ഫേമസ് ആയത്. ആ താർസോസിൽ വെച്ച് ആണ് ഈ വിശുദ്ധ ജൂലിറ്റിന്റെ മകനായ വിശുദ്ധ കുര്യാക്കോസ്, അവർ രണ്ടുപേര് രക്തസാക്ഷിത്വം മരിച്ചതെന്നാണ് പാരമ്പര്യം പറയുന്നത്. അതിന് ഈ കുര്യാക്കോസിന്റെ രക്തസാക്ഷിത്വവുമായിട്ട് 2 ഐതിഹ്യങ്ങളുണ്ട്. കുര്യാക്കോസ് ജൂലിറ്റിന്റെ മോനാണ്. 3 വയസ്സിലാണ് രക്തസാക്ഷിത്വം മരിച്ചത്. 3 വയസ്സിൽ കുര്യാക്കോസ് രക്തസാക്ഷിത്വം മരിച്ച അമ്മയോടൊപ്പം പീഡിപ്പിക്കപ്പെട്ടിട്ട്. അങ്ങനെയാണ് ഇതിനെക്കുറിച്ച് നമ്മൾ മാർട്ടിയോളജിയിൽ കാണുന്നത്. അതിന് രണ്ട് ഐതിഹ്യമുണ്ട്. ഒന്ന്, അമ്മ ജൂലിറ്റിനെ വിചാരണ ചെയ്യുന്ന സമയത്ത് കുര്യാക്കോസിന് ഗവർണർ കയ്യിലെടുത്തു. ക്രിസ്ത്യാനിയാണ് എന്നുള്ളതിന്റെ പേരിലാണ് അമ്മയെ പീഡിപ്പിച്ചത്. അപ്പോൾ ഈ കൊച്ചുകുട്ടിയാണല്ലോ, പീഡിപ്പിക്കുന്ന സമയത്ത് അമ്മയിൽ നിന്ന് ഈ കുട്ടിയെ ഗവർണർ തിരിച്ചു വാങ്ങിച്ച് കയ്യിലെടുത്തപ്പോൾ അമ്മയെ പീഡിപ്പിക്കുന്നത് കണ്ടിട്ട് കുര്യാക്കോസ് ഗവർണറുടെ മുഖത്ത് മാന്തി. അപ്പോൾ ഒക്കത്തിരുന്ന കുര്യാക്കോസിനെ ഗവർണർ വാളിനിരയാക്കി, വാളുകൊണ്ട് വെട്ടിക്കൊന്നു. അതൊരു പാരമ്പര്യം. രണ്ടാമത്തെ പാരമ്പര്യം എന്ന് പറയുന്നത്, അമ്മയുടെ വിചാരണ സമയത്ത് ഗവർണറുടെ ഒക്കത്തിരുന്ന കുര്യാക്കോസ് താനും ഒരു ക്രിസ്ത്യാനിയാണെന്ന് വിശ്വാസത്തോടും തൻ്റെ ഇടത്തോടു കൂടി ഏറ്റു പറഞ്ഞു. ഇത് കേട്ട ഉടനെ തന്നെ ഗവർണർ അവിടെ തന്നെ അമ്മയുടെ മുമ്പിൽ വെച്ച് തന്നെ കുര്യാക്കോസിനെ കഥ കഴിച്ചു. ഈ 2 പാരമ്പര്യമാണ് കുര്യാക്കോസിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടത്. ഈ സമയത്ത് ജൂലിറ്റിനെ കൊന്നിട്ടില്ല. ജൂലിറ്റ് പീഡിപ്പിക്കപ്പെടുമ്പോഴാണല്ലോ ഇതൊക്കെ സംഭവിച്ചത്. കുര്യാക്കോസ് അമ്മയായ ജൂലിറ്റിനെ പീഡിപ്പിക്കുമ്പോൾ കുര്യാക്കോസ് ചെയ്ത 2 തരത്തിൽ കുര്യാക്കോസിനെ അവിടെ വെച്ച് തന്നെ അമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ കൊന്നു. മകനെ വധിച്ചത് കണ്ടപ്പോ അമ്മ പൊട്ടിച്ചിരിച്ചു എന്ന പാരമ്പര്യം പറയുന്നത്. അതായത് എനിക്ക് മുമ്പ് തന്നെ എന്റെ മോന് സ്വർഗത്തിലെത്താൻ സാധിച്ചല്ലോ എന്നൊരു പാരമ്പര്യമുണ്ട്. ഇനി ഈ ജൂലിറ്റ് അതുപോലെ തന്നെ ഇവർ 2 പേരുടെയും ഓർമ്മകള് ഏഷ്യ മൈനർ, ഇറ്റലി, ഇംഗ്ലണ്ട്, ഇന്ത്യ എന്നീ സ്ഥലങ്ങളിൽ ലത്തീൻ പൗരസ്ത്യ സഭകളിലൊക്കെ പല ദേവാലയങ്ങളുടെയും മധ്യസ്ഥൻ കുര്യാക്കോസാണ്. ഒരു നേരത്തെ പറയുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും ആദ്യത്തെ പള്ളി എന്നാണല്ലോ പാലിയൂരിനെ പറയുന്നത്. പാലിയൂര് പള്ളി ആദ്യം അറിയപ്പെട്ടത് കുര്യാക്കോസിന്റെ പേരിലായിരുന്നു. പിന്നീട് സെന്റ് തോമസ് ഒക്കെ ആയത് എന്ന് പാരമ്പര്യം ഉണ്ടാവും അതിന്. അപ്പൊ അങ്ങനെ ഇന്ത്യയിലും ഇംഗ്ലണ്ടിലും അതുപോലെ തന്നെ ഇറ്റലി, ഏഷ്യ മൈനർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ദേവാലയങ്ങൾ ഈ കുര്യാക്കോസിന്റെ പേരിലുണ്ട്. സീറോ മലബാർ കലണ്ടർ അനുസരിച്ച് ജൂലൈ 15-നാണ് ജൂലിറ്റ് കുര്യാക്കോസ് 2 പേരെയും സഭ ഓർക്കുന്നത്. ലത്തീൻ പാരമ്പര്യം അനുസരിച്ച് ജൂൺ 16-ന്. ലത്തീൻ പാരമ്പര്യത്തിലും പൗരസ്ത്യ പാരമ്പര്യത്തിലും കുര്യാക്കോസ് എന്ന് പറയുന്ന വിശുദ്ധൻ വളരെയധികം ആദരിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഉള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാല് ഈ അനുദിന വിശുദ്ധൻ എന്ന് പറയുന്ന പുസ്തകത്തിലൊന്നുമില്ല. അത് മാർട്ടിയോളജി ഇന്റർനെറ്റിലൊക്കെയാണ് നമുക്കത് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചേട്ടന് കൂടുതൽ അറിയണമെങ്കിൽ ഇന്റർനെറ്റൊക്കെ പരിശോധിച്ചാൽ കുറച്ചും കൂടി വിശദമായിട്ട് അറിയാനായിട്ട് സാധിക്കും. പേരിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ നാട്ടില് സിറിയക്ക്, ഈ ചെറിയാൻ കുര്യാക്കോസ് തന്നെയാണോ? സിറിയക്ക്, ചെറിയാൻ, അതുപോലെ കുര്യാക്കോസ് എന്നൊക്കെ പല പേരിൽ അറിയപ്പെടുന്നവരെല്ലാവരും കുര്യാക്കോസ് എന്നാണ് പ്രത്യേകിച്ച് പറയുന്നത്. അപ്പൊ മലയാളത്തിൽ ചെറിയാൻ എന്ന് പറഞ്ഞാൽ അത് വിശുദ്ധ കുര്യാക്കോസ് ആണ്. എല്ലാവരും അങ്ങനെ ആണെന്നില്ല, പക്ഷെ വലിയൊരു ഭാഗം ചെറിയാൻ എന്ന് പറഞ്ഞ കുര്യാക്കോസ് എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. ചെറിയാൻ, കുര്യാക്കോസ്, സിറിയക്ക്, കുര്യാക്കു ഇങ്ങനെയുള്ളതൊക്കെ. എന്തു തന്നെയാണെങ്കിലും ഞാൻ വിചാരിക്കുന്നത്, ഈ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തന്റെ വിശുദ്ധൻ ആരാണെന്ന് അറിയാത്തത് ഒരു വലിയ വിഷമം തന്നെയല്ലേ. അദ്ദേഹത്തിന് വലിയ ആശ്വാസമായി കാണുന്നു. 4-ാം നൂറ്റാണ്ടില്, അതായത് ക്രിസ്ത്യാനിറ്റി സ്വതന്ത്രമാകപ്പെടുന്നതിന് ഒരു 10 കൊല്ലം മുമ്പ് ജീവിച്ചു മരിച്ച വിശുദ്ധ അമ്മയും മോനും. എല്ലാ ചെറിയാന്മാർക്കും ഇതൊരു വലിയൊരു ആശ്വാസമായി തീരുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. ചില വ്യക്തിപരമായ ചോദ്യങ്ങൾക്ക് പോലും പിതാവ് അതിന്റെ ഡീപ്പായിട്ടുള്ള തലങ്ങളിലേക്കും കൂടെ ഒരു അന്വേഷണം നടത്തി ആണ് ഉത്തരവൊക്കെ നൽകിയത്. ഒത്തിരിയേറെ നന്ദി പറയുകയാണ്. ഉത്തരം പരിപാടി ഇന്നിവിടെ പൂർണ്ണമാവുന്നു. ഇന്നിവിടെ ചർച്ച ചെയ്ത വിഷയങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞങ്ങൾ കരുതുന്നു. തീർച്ചയായിട്ടും ഉത്തരം പരിപാടിയിലേക്ക് നിങ്ങൾ ചോദ്യങ്ങൾ അയക്കണം. ഉത്തരം പരിപാടിയിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടുന്നതുവരെ പ്രാർത്ഥനയിൽ ഒന്നിക്കാം. നന്ദി.